പെയിൻറ്റഡ് കലംകാരിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ തോന്നത്തുള്ളൂ കേട്ടോ. ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ അകത്ത് ഫുൾ അപ്ലീറ്റ്ഡ് ആയിട്ടുള്ള ഒരു ലുക്കിൽ കലംകാരി ഡിസൈൻസ്. ശരിക്കും ഒരു സ്റ്റണിങ് സാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് തന്നെ ഈ ഒരു സെയിം ക്രീം ബേസിൻ്റെ ആ ഒരു ടിഷ്യൂവിൻ്റെ അകത്ത് ഒരു സെമി ടസർ ഫിനിഷിങ് കൊടുത്തിട്ടുള്ള ടിഷ്യൂ ഫാബ്രിക്കിൻ്റെ അകത്ത് നമുക്ക് നല്ല രസമായിട്ട് ഒരു ഫ്ലോർ ആ ഒരു കലംകാരി പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈക്ക് ചെയ്തേക്കുന്ന അപ്പർ പോർഷൻ. അതിങ്ങനെ ഒരു ഗ്രഡേഷൻ പോലെയാണ് കേട്ടോ. അപ്പോൾ ഫ്രം പല്ലു ഇതിനകത്ത് ഇങ്ങനെ സ്മോളറായിട്ട് വരുന്ന രീതിയിൽ അതിങ്ങനെ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ചുറ്റി വന്നേക്കാണ്. ആൻഡ് ദെൻ ലോ പ്ലീറ്റ്സിൻ്റെ അവിടോട്ട് പോകുമ്പോഴത്തേക്ക് കുഞ്ഞു കുഞ്ഞ് സ്കാറ്റർ നമുക്ക് ആ ഒരു പ്ലീറ്റിൻ്റെ ഇടയിൽ കൂടെ കാണുന്ന രീതിയിൽ പ്ലീറ്റ്സിൻ്റെ അവിടെയും കൂടെ നമുക്ക് അതിനകത്ത് ആ ഒരു ലുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ബാക്കി ലുക്സ് കാണാം. എല്ലാം ഇതേപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ലുക്കിൻ്റെ അകത്ത് ഫുൾ ബോൾഡായിട്ട് വന്നിരിക്കുന്ന ഫ്ലോറൽസ് ആണ്. ഡിജിറ്റൽ പ്രിൻറ്റഡ് പാനലാണ് ഇതിനകത്ത് അപ്ലൈക്ക് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ കളർ ബ്ലീഡിങ് ഇഷ്യൂസ് ഒന്നും എന്തായാലും വരത്തില്ല. പെൻ കലംകാരി നമ്മളിപ്പോൾ അല്ലെങ്കിൽ ഹാൻഡ് പെയിൻറ്റഡ് ആണെങ്കിൽ പോലും നമ്മളൊന്ന് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വാഷ് ആൻഡ് കെയർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഇത് കോംപ്ലിക്കേറ്റഡ് ആവും. ഇതിനകത്താകുമ്പോഴത്തേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ വാഷ് ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ബ്ലൗസും പ്രിൻറ്റഡ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇത് പീകോക്കുള്ള ഡിസൈനാണ് കേട്ടോ. വേണ്ട വാവ്, നല്ല രസമായിട്ട് ആ ഒരു ലുക്ക് വന്നിട്ടുണ്ട്. രണ്ട് പീകോക്ക് അവിടെ നമുക്ക് പല്ലുവിൻ്റെ പോർഷനിലും ആൻഡ് പിന്നെടാ രണ്ട് പീകോക്ക് കുഞ്ഞും വലുതായിട്ടാണ് കേട്ടോ അപ്ലൈക്ക് ചെയ്തേക്കുന്നത്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ആ ഒരു ഗ്രഡേഷൻ അപ്പോൾ ഇതിനകത്ത് കുറച്ചും കൂടി നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ദിസ് ഇസ് ദി ബ്ലൗസ് പീസ്. അപ്പം ഇത് നമുക്കൊരു സ്ലൈറ്റ്ലി ഒരു ലൈറ്റ് വീവിങ് സ്റ്റൈലിൽ വന്നേക്കുന്നതായതുകൊണ്ട് ഐ ജസ്റ്റ് ഷോ യു ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ലുക്ക്. നമുക്ക് പ്രിൻറ്റഡ് ആയിട്ടുള്ള ബ്ലൗസ് വരുമ്പോഴേ അത് കുറച്ചും കൂടി ഒന്ന് ഞാനത് ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചു തരാം. ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ് ഗോയിങ് ടു ലുക്ക്. ആ ഒരു ബ്ലൗസിൻ്റെ കൂടെ വരുന്ന ആ ഒരു നമ്മൾ വൺ ലെയറിൽ ഇടുമ്പോഴങ്ങനെ വരുന്നേ ഇത്രയും ഒരു ട്രാൻസ്പെറൻസി അതിൻ്റെ അകത്ത് വരും. പക്ഷേ നീറ്റായിട്ടുള്ള ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നോ ഇഷ്യൂസ്. ഓക്കെ, സോ ദിസ് ഇസ് ദി സെക്കൻഡ് ലുക്ക്. ഇനി വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓരോന്നിൻ്റെയും വേരിയേഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് സിമിലർ ലുക്ക് ആണോ എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് തോന്നും. ഓപ്പൺ ചെയ്ത് കാണാം. ഇപ്പോൾ ടാസിൽസ് മൾട്ടി കളേർഡ് ആയിട്ടുള്ള ത്രെഡ് ടാസിൽസ് ആണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ആ ഒരു ഫ്ലോറലിൻ്റെ ലുക്കൊക്കെ ആക്ച്വലി ഡിഫറെൻ്റ് ആണ്. ആ പാറ്റേൺ എവറിത്തിങ് ഇസ് നൈസ്. ഇതാണ് എൻ്റെ. അപ്പോൾ ഇതിനോട് സിമിലർ ആയിട്ടുള്ള പ്രിൻ്റാണ് അതിൻ്റെ ബ്ലൗസിൽ വന്നിരിക്കുന്നത്. സോ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് ക്ലോസ്ലി ഇറ്റ്സ് ബോത്ത് ദ സെയിം. അങ്ങനത്തെ പ്രിൻ്റാണ് അവിടെ ഡിസൈൻ ചെയ്തേക്കുന്നത്. ആൻഡ് ദെൻ വേറെ ഒരു കളർ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളർ ടോണാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ആക്ച്വലി ഞാനൊരു 3ൻ്റെ അബവ് എന്തായാലും പ്രതീക്ഷിച്ചായിരുന്നു. 2799 ഇതിന് പ്രൈസ് റേഞ്ച് വരുന്നുള്ളൂ. നമ്മളൊരു പാറ്റേൺ കാണുമ്പോൾ ഒരു എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് റേഞ്ച് ഇതിനകത്ത് വന്നിട്ടില്ല ആക്ച്വലി. ദിസ് ഇസ് നൈസ്. ഈ ഒരു കളർ പാലറ്റ് സോ ബ്യൂട്ടിഫുൾ. നല്ല രസമുള്ള 4 ഡിസൈൻസിൻ്റെ അകത്ത്. അപ്പം ആ ഒരു പീകോക്ക് ലുക്കൊക്കെ എനിക്ക് ഭയങ്കര ഗ്രാൻഡ് ആയിട്ടുള്ള ഫീലാണ്. നമ്മളിതിപ്പം ഞാൻ ആലോചിക്കുന്നത് ഓണം സമയത്തായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭയങ്കര രസമുള്ള ലുക്കാണ്. പിന്നെ വേറൊരു കാര്യത്തിനൊക്കെ നമുക്കിത് പ്ലാൻ ചെയ്യാം. വെഡിങ് റിലേറ്റഡ് ഫംഗ്ഷൻസിനകത്ത് സെറ്റ് മുണ്ടും ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു യൂണീക്ക് ലുക്കാണ്. നമ്മൾ കലംകാരി ലുക്ക് വരുന്നുണ്ട് ചില സെറ്റ് മുണ്ടിൻ്റെ അകത്തൊക്കെ. പക്ഷേ ഇതിൻ്റെ ഒരു ക്ലാസിനെസ് അങ്ങനത്തെ ഒരു ഫീൽ എനിക്കത് അങ്ങനെ കിട്ടിയിട്ടില്ല. എനിവേ 2799 റേഞ്ചിൽ ഇറ്റ്സ് എ മസ്റ്റ് ബൈ. ആൻഡ് PVS 140 to 143. വൺ ഓഫ് ദി മോസ്റ്റ് ട്രഡീഷണൽ ലുക്സ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ദി ബേസിക് ഓഫ് സാരി എന്ന് പറയുന്ന ഒരു ലുക്കാണ് കേട്ടോ. പക്ഷെ അതിൻ്റെ ഒരു ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. നമുക്കിന്ന് കൊണ്ടുവന്നിരിക്കുന്നതിൻ്റെ അകത്ത് സ്ലൈറ്റ് വേരിയേഷൻസും ഒക്കെ ആയിട്ടുള്ള വരും. പക്ഷെ ജനറലി ദി സ്റ്റൈൽ ഇസ് സെയിം ആൻഡ് നല്ല കുറച്ച് കളേഴ്സും ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ ഒരു ടോണൊക്കെ ഭയങ്കര ഭംഗിയാണ്. അതൊക്കെ എല്ലാ പ്രായക്കാരും പ്രിഫർ ചെയ്യുന്ന ഒരു ഷെയ്ഡുണ്ട്. നല്ല ഡാർക്ക് കരിമ്പച്ച
നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ. അതിനകത്ത് ആ ഒരു യെല്ലോ ഗോൾഡൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള വീവിങ് പാറ്റേണും കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയത്തില്ല, അത്രയും ഭംഗിയാണ് സാരിക്ക് വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ കളർ. ചിലപ്പോൾ ഇതിൻ്റെ കളർ വേരിയേഷൻ പോലെയൊക്കെ തോന്നും കേട്ടോ. നമുക്കത് കറക്റ്റായിട്ട് കളർ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് വീഡിയോസിലും ഫോട്ടോസിനകത്തും ഒക്കെ. നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ശാസ്തമംഗലം സ്റ്റോറിലോട്ട് വന്നാൽ മതി കേട്ടോ. ആൻഡ് ദെൻ ഒരു റോയൽ ബ്ലൂ ഷെയ്ഡ്, നല്ല ഭംഗിയുള്ള കുറച്ച് കളേഴ്സിൻ്റെ അകത്താണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഇതിപ്പോൾ 14,499 ആണ് ഈ ഒരു സാരിയുടെ ലുക്ക് വരുന്നത്. റോയൽ ബ്ലൂവിൻ്റെ അകത്ത് ഒരു ഗോൾഡൻ ഷെയ്ഡ്, അത് ഭയങ്കര ലൈറ്റും അല്ല യെല്ലോവും അല്ല, ഒരു മീഡിയം ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് പീകോക്ക് ആൻഡ് ചക്ര ഡിസൈൻ്റെ കോമ്പിനേഷനും ഡയഗണൽ വീവിങ്ങിൻ്റെ അകത്ത് കുഞ്ഞ് പേസ്ലിയും ചക്ര ഡിസൈൻ്റെ ഒക്കെ ആയിട്ടുള്ള ഒരു ലുക്കിലാണ് എൻ്റെ ബോർഡർ വന്നിരിക്കുന്നത്. ഉടുക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ഞാൻ വെറുതെ അങ്ങനെ ഭയങ്കര ഭംഗിയെന്ന് പറയുന്നില്ല കേട്ടോ, എനിക്ക് കളറ് ഭയങ്കര ഇഷ്ടവുമാണ്. ഇങ്ങനത്തെ ആ ഒരു ടോൺ സോ ബ്യൂട്ടിഫുൾ. നമുക്ക് കോൺട്രാസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ അത്രയും ഭംഗിക്ക് തന്നെയാണ് അതിൻ്റെ വിത്ത് ബ്ലൗസ് നമ്മൾ പെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. സോളിഡ് ബ്ലൗസാണ് കേട്ടോ അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. നല്ല ട്രഡീഷണൽ പാറ്റേൺ ആണ്. ആൻഡ് ഇതാണ് അതിൻ്റെ വെയർ ചെയ്യുമ്പോൾ ഉള്ളൊരു ലുക്ക് വരുന്നത്. നല്ല ഭംഗിയുള്ള കളർ. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ആ ഒരു ഇത് ആക്ച്വലി ഒരു ഡബിൾ ഷെയ്ഡാണ് കേട്ടോ. നെക്സ്റ്റ് സെയിം സാരി ഇൻ എ ഡിഫറെൻറ്റ് ഷെയ്ഡാണിത്. ഇതിൻ്റെ കളറിൻ്റെ ആ ഒരു ഡബിൾ ടോൺ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചൊരു കിങ് ഫിഷർ ബ്ലൂവും കുറച്ചൊരു ടീലിൻ്റെ ഒക്കെ ആയിട്ടുള്ള ഒരു ഡബിൾ ടോണാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അത് ഉടുത്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരിക കേട്ടോ. ഇതാണ് അതിൻ്റെ പറയുമ്പോൾ ഉള്ളൊരു ലുക്ക്. റെയർ കളേഴ്സ്. അപ്പോൾ ഇതൊക്കെ നമുക്കിപ്പോൾ വൈറ്റ്സിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. ബ്രൊക്കേഡ് പോലത്തെ വൈറ്റ്സ്, സിൽക്ക് സാരി, സിൽക്ക് ബ്ലൗസ് തന്നെ എടുക്കാമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രൊക്കേഡ്സ് അല്ലാത്തതും നമുക്ക് ഭയങ്കര എക്സ്പെൻസീവ് അല്ലാത്ത ബ്രൊക്കേഡ്സ് ഒക്കെ കിട്ടും. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ലുക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതും കൂടി നമുക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലായ്പ്പോഴും സാരി എടുക്കുന്നവരല്ല എന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ബ്ലൗസ് കൊടുക്കാം. ആൻഡ് നമുക്കൊരു ഡിസൈനർ ബ്ലൗസ് വേറെ ചെയ്ത് വെക്കുകയും ചെയ്യാം കേട്ടോ. ഇതാണ് അതിൻ്റെ നെക്സ്റ്റ്. ആൻഡ് ദെൻ നമുക്ക് ലാവൻഡർ കാണാം. നല്ല ഭംഗിയാണ്, ഒരു പ്ലസൻറ്റ് ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ. അതും സെയിം ഡിസൈനാണ്. സ്ലൈറ്റ് വേരിയേഷൻ ചിലപ്പോൾ ആ ഒരു ഡിസൈനിൻ്റെ ഇൻട്രിക്കേറ്റ് ഡീറ്റെയിൽസിനകത്തൊക്കെ ചിലപ്പോൾ വരാം. സെയിം തന്നെയാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ഇതും ആ ഒരു പ്രൈസ് റേഞ്ചസ് 14,499. ഇതൊക്കെ നല്ല രസമുള്ള ലുക്ക് ന്യൂ അറൈവൽസിൻ്റെ അകത്ത് വന്നിട്ടുള്ളതാണ് കേട്ടോ. ദിസ് ഇസ് ഓൾസോ ഗോട്ട് എ ബ്യൂട്ടിഫുൾ ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ്. അപ്പോൾ ഇതിനകത്ത് ആ ഒരു കളർ വരുമ്പോഴത്തേക്ക് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടോൺ അവിടെ നമുക്ക് തോന്നുന്നതാണ്. ആ കളറിൻ്റെ കൂടെ സെറി വീവ് ചെയ്ത് വരുമ്പോൾ ഉള്ളതാണ് കേട്ടോ. ഫോർ ദി ലാസ്റ്റ് ഐ വാസ് സേവിങ് ദി ബെസ്റ്റ് അക്കോർഡിംഗ് ടു മീ. ഇത് 14,495 ആണ് പ്രൈസ്. 999 14,499 തന്നെയാണ് പ്രൈസ് റേഞ്ച്. നല്ല ഭംഗിയുള്ള യെല്ലോ ഗോൾഡിലാണ്. പഴയ കാഞ്ചീപുരം സാരീസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടോണാണ് വരിക സെറിക്ക്. ഇതാണ് എൻ്റെ ഭയങ്കര ട്രഡീഷണൽ ഫീലാണ് അതിന്. എനിക്കതൊന്ന് തുറക്കണമെന്ന് തോന്നി. പല്ലുവിൽ സൈഡ് വേരിയേഷൻ വരുന്നുണ്ട്. അതിനകത്ത് ആ ഒരു പാറ്റേൺസിനകത്ത് ട്രഡീഷണൽ ഇൻട്രിഗേറ്റ് സ്റ്റൈലാണ്. ബോർഡേഴ്സിൻ്റെ അകത്തും ആ ഒരു വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. ഡയമണ്ട് ഡിസൈൻ്റെയും ആ ട്രഡീഷണൽ പാറ്റേണിൻ്റെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് എൻ്റെ ലുക്ക് വന്നിരിക്കുന്നത്. ഭയങ്കര രസമുള്ള 4 സാരീസ്, ട്രഡീഷണൽ ആയിട്ടുള്ള ലുക്സ് നമുക്ക് ക്യാരി ചെയ്യാൻ ഒറ്റ ലെയറിലൊക്കെ ഇട്ട് പിടിച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ. യു ക്യാൻ പെയർ ഇറ്റ് അപ്പ് വിത്ത് ബ്യൂട്ടിഫുൾ ഡിസൈനർ ബ്ലൗസസ്. അങ്ങനെയാണ് നമ്മളതിനെ ഒന്ന് ആ ഒരു ട്രഡീഷണൽ ലുക്കിൻ്റെ ആ ഒരു അതിനകത്ത് തന്നെ നമ്മളതിനെ സ്റ്റൈൽ ചെയ്യുക. ലൈക്ക് ഡോണ്ട് ജസ്റ്റ് വെയർ ഇറ്റ് പ്ലെയിൻ. അതിനെ നമ്മൾ സ്റ്റൈൽ ചെയ്ത് തന്നെ ആ ഒരു ഔട്ട്ഫിറ്റ് പുട്ട് ടുഗെദർ ചെയ്യുമ്പോഴത്തേക്കും നമ്മളവിടെ സ്കില്ല് കാണിക്കണം. അപ്പോഴാണ് മേക്സ് ഇറ്റ് സോ ഗുഡ്, സോ മച്ച് ബെറ്റർ. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store. ക്രിസ്മസ് കളക്ഷൻ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. OSൻ്റെ കോഡ്സിലാണ് എല്ലാം വരുന്നത്. OS 456 തൊട്ട് 460 വരെയുള്ള കോഡ്സിൻ്റെ അകത്തായിട്ട് നല്ല രസമുള്ള ഹാൻഡ് എംബ്രോയിഡഡ് ആയിട്ടുള്ള ക്രിസ്മസ് കളക്ഷൻ ഓൺ വൈറ്റ്സ്. അപ്പോൾ ഞാൻ ഇന്ന് വെയർ ചെയ്തിരിക്കുന്ന ഒരു ഫസ്റ്റ് ലുക്കാണ് ഏറ്റവും നല്ല എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നി. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് നല്ല രസമായിട്ടുള്ള. ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ലുക്കുണ്ടല്ലോ, അതിനകത്ത് ഏറ്റവും യുണീക്കായിട്ട് വന്നിരിക്കുന്നത് ഇത് തന്നെയാണ്. അതിനകത്ത് 1 more ലുക്ക് വരുന്നുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. നമുക്ക് എല്ലാം ഒന്നൊന്നായിട്ട് കാണാം കേട്ടോ. ഫസ്റ്റ് ലുക്കിൻ്റെ അകത്ത് എല്ലാം കാണാൻ
എല്ലാം ഹാൻഡ് എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് കാന്ത ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പെയിന്റഡ് ലുക്ക് ഫ്ലോറൽസ് ഇൻ പ്ലേസ്മെന്റ് ആൻഡ് സ്ലീവ്സ് ചെസ്റ്റ് ഡൗൺ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇൻ ബോട്ടം ഓൾസോ. ബോട്ടത്തിന്റെ എല്ലാം ഫിനിഷിങ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ വിത്ത് പോക്കറ്റ്സ്, റൈറ്റ് സൈഡിൽ ഒരു കീ ലിപ്സ്റ്റിക് കൈൻഡ് ഓഫ് സ്മോൾ പോക്കറ്റ്സ് ആൻഡ് ബാക്ക് ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ടൈപ്പും ആയിട്ടാണ് വരുന്നത്. സൈഡ് സ്ലിറ്റഡ് പാറ്റേൺ വിത്ത് ലൈനിങ് ആണ്. കോട്ടണിൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ബോട്ടവും സെയിം ക്വാളിറ്റിയാണ്. ബോട്ടത്തിൻ്റെ അകത്ത് നമുക്ക് ലൈൻഡ് അല്ല, അതിൻ്റെ ആവശ്യം വരത്തില്ല. ദിസ് ഇസ് എന്നതാ ലുക്ക്. നല്ലൊരു മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഫ്ലോറൽ ലുക്ക്. ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ മൾട്ടി കളർ അങ്ങനെ. പിന്നെ ത്രെഡ് എംബ്രോയിഡറി ഫുള്ളായിട്ട് വന്നിരിക്കുന്നത്. ആൻഡ് സ്കാലപ്പ് എഡ്ജ് ഫിനിഷ് ചെയ്തിട്ടുള്ള വിത്ത് എംബ്രോയിഡറി ആയിട്ടുള്ള സ്ലീവ് ഹെം ആൻഡ് ബോട്ടം ഹെമ്മും അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. കുറച്ചൊരു ടേപ്പേർഡ് ഫിനിഷിങ് വരുന്നുണ്ടെങ്കിലും നമുക്കതിൻ്റെ ആ ഒരു ഫിറ്റിംഗ് ആക്ച്വലി നമുക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കൊരു സ്ട്രെയിറ്റ് ഫിറ്റഡ് ബോട്ടം എന്നുള്ള ഒരു ഫീല് മാത്രമേ വരത്തുള്ളൂ കേട്ടോ. ആൻഡ് ദെൻ വി ഹാവ് ദി നെക്സ്റ്റ് വൺ. ഇതിൻ്റെ സിമിലർ സ്റ്റൈൽസ് വി ഹവ് ഓൾറെഡി ഗോട്ട് ലാസ്റ്റ് ടൈം. അത് റെഡിൻ്റെ അകത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇറ്റ്സ് നോട്ട് ദ സെയിം. നെക്കിനെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ആ ഒരു ടുവേർഡ്സ് ലെഫ്റ്റ് റൈറ്റ് ആൻഡ് ദെൻ ലെഫ്റ്റ് ബോട്ടം കോർണറിലും കൂടെ ആയിട്ട് വന്നേക്കുവാണ്. ഇത് വാഷ് ചെയ്യേണ്ട കേട്ടോ. അത് ഹാൻഡ് വാഷ് ചെയ്യേണ്ട, ഡ്രൈ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. മൾട്ടി കളേർഡ് ആയിട്ടുള്ള റെഡ്സ് ഓൺ വൈറ്റ് വരുമ്പോഴത്തേക്ക് ഇറ്റ്സ് ബെറ്റർ ടു ഗോ ഫോർ ഡ്രൈ ക്ലീനിങ്. ഇതിൻ്റെ ബോട്ടത്തിൻ്റെ അകത്ത് ഈ ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിങ് വന്നിട്ടുണ്ട്. സിമിലർ ആയിട്ടുള്ള ലുക്കാണ് നെക്സ്റ്റ് വൺ. ദിസ് ഇസ് ദി ടോപ്പ്. ഇത് നെക്കിനെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ്. ആൻഡ് ദെൻ ബോട്ടം വന്നിട്ട് ഈ ഒരു ലുക്കാണ് വരുന്നത്. ഇത് കുറച്ചും കൂടി ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ്. മുന്നത്തെ കുറച്ചും കൂടി ബ്രൈറ്റ് റെഡ് പോലത്തെ ഉള്ള ഒരു ഫീല്. ആൻഡ് അഗൈൻ മെറൂൺ ഷെയ്ഡ്. അത് ദിസ് ഇസ് ഗോഡ് എ സ്റ്റൈൽ ഓഫ് എ ലക്നൗവി കുർത്ത. പക്ഷെ ലക്നൗവി അല്ല, ഇത് കൊൽക്കത്ത വർക്ക് തന്നെയാണ്. ഹെവി നെക്ക് യോക്ക്. ഇത് 2499. മുന്നേ നമ്മൾ കണ്ടതൊക്കെ ഞാൻ വേറെ ഇതിരിക്കുന്നതും ആ ഒരു റേഞ്ചാണ് വരുന്നത്. ഇതൊക്കെ അതിന് മുന്നേ കണ്ടത് 1899 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദി സ്ലീവ് സ്കാറ്റേർഡ് ആയിട്ടുള്ള എംബ്രോയിഡറി. ഇതെല്ലാം ഹാൻഡ് എംബ്രോയിഡറി ആണ് കേട്ടോ. എവറിത്തിങ് വിച്ച് ഐ ഷോഡ് യു ടുഡേ ഇസ് ഹാൻഡ് എംബ്രോയിഡർഡ് സ്റ്റഫ്. ദിസ് ഇസ് ദി ബോട്ടം. അപ്പോൾ ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു ഫീൽ. എല്ലാം വേറെ ഇതിലുള്ള പിക്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ചെക്ക് ഇറ്റ് ഔട്ട്. OSൻ്റെ കോഴ്സിൽ വന്നിരിക്കുന്ന കുർത്താസ്.